എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓട്സും പാലക്കും വെച്ചുകൊണ്ടുള്ള പോഷകസമൃദ്ധമായ ഒരു ദോശയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വറക്കൊന്നും വേണ്ട. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ട് നന്നായിട്ടിതൊന്ന് അരിച്ചെടുക്കണം. ഇച്ചിരി ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിക്കുകയാണെങ്കിൽ ഇത് പിന്നെ ഒന്ന് അരിക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയ ജാറിലിട്ടുകൊണ്ടാണ് ശരിക്കും പൊടിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് അരിച്ചെടുക്കുന്നത്. ഓട്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഡയറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാണ് അല്ലേ. എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന ആരോഗ്യകരമായ ഭക്ഷണമാണ് ഓട്സ്. 3 നേരം ഭക്ഷണത്തിൽ ഓട്സ് വിഭവങ്ങൾ കഴിച്ചാലും നല്ലതാണ്. അപ്പോൾ അരിച്ച് അതിൻ്റെ ആ ഒരു തരിയൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ 1 പിടി പാലക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പാലക്ക് കഴുകി വൃത്തിയാക്കി വെച്ചതാണെല്ലാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് മുഴുവനോട് 1 പിടി മല്ലിയിലയാണേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ 2 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ. അപ്പം ഞാൻ വലിയ ജാറ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ചെറിയ ചാറാണെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ വരുമല്ലോ. വലിയ ചാറായതുകൊണ്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. നല്ല അതിൻ്റെ തണ്ടൊക്കെ അരയാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ചെറിയ ചാറിൽ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ അരിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചതിനകത്തിട്ട് മിക്സ് ചെയ്യുക. പ്രഭാത ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മികച്ച ഒരു ഭക്ഷണം കൂടിയാണ് ഓട്സ്. ഇപ്പം പാലക്കും കൂടി ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ അറിയാമല്ലോ, ഡബിൾ ഗുണമാകും. പാലക്കിലും ധാരാളം അയൺ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരിച്ചപ്പോൾ ഇത്രയും മിച്ചം വന്നിട്ടുണ്ട്. അതൊന്നും കൂടി ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് പേസ്റ്റ് രൂപത്തിൽ. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ദോശയുടെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കാം. ഗോതമ്പിനേക്കാൾ മികച്ചതാണ് ഓട്സ്. ഗോതമ്പിനുള്ളതിനേക്കാൾ കാൽസ്യം, പ്രോട്ടീൻ, ഇരുമ്പൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ വൈറ്റമിൻ ബിയുടെ കലവറ കൂടിയാണ് ഓട്സ്. ഉപ്പാണ് അല്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് കഴിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു പ്രഭാത ഭക്ഷണമാണിത്. ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ദോശയുടെ പരുവത്തിലേക്ക് നമുക്കൊന്ന് കലക്കിയെടുക്കണം. ശരീരഭാരം കുറയ്ക്കാനൊക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന നല്ല പോഷകസമൃദ്ധമായ ഒരു ദോശയാണിത്. അപ്പം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഈ പാലക്ക് നമ്മൾ ചീരയിലൊക്കെ കഴിക്കാൻ പറയത്തില്ലേ. അപ്പോൾ ഈ പാലക്ക് നല്ലതാണ്. ഒരുപാട് അയൺ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് വളർച്ചയും അനീമിയൊക്കെ ഉള്ളവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരുപാട് നല്ലതാണ്. അപ്പം കുട്ടികളൊക്കെ അത് ഡയറക്റ്റ് കറി വെച്ചാൽ കഴിക്കാനൊരു കമർപ്പ് പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ദോശയുടെ കൂടെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ആണെങ്കിലും ചൂടോടെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. ഇപ്പോൾ ഓട്സിനകത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. വളരെ രുചിയുമാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഓട്സ് മിക്ക ആൾക്കാരുടെയും വീട്ടിൽ എപ്പോഴും തന്നെ സ്റ്റോക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ പാലിനകത്തൊക്കെ കലക്കി കുടിക്കുന്നതിലും നല്ലത്, കൂടുതൽ ഗുണമുള്ളത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ ഓട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതാ നമുക്ക് അധികം സമയമൊന്നും വേണ്ട. ഇതുണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാൻ കറിയിടുന്ന ആവശ്യമില്ല. ഇനി ചട്നിയോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലും നല്ലതാണ്. അപ്പം നമ്മുടെ പോഷകസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ്, ധാരാളം ഗുണങ്ങളടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ഓട്സിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രശ്നത്തിനൊക്കെ നല്ലതാണ് ഓട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ദോശ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഓട്സ് ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഇതിൻ്റെ രുചി ഒന്നുകൂടെ കൂട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ബട്ടർ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, കറിയുടെ ഒക്കെ ആവശ്യമില്ല. ചൂടോടുകൂടി ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ രുചികരമായ ഓട്സ് പാലക് ദോശ തയ്യാറായിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.